ഉടനെ ഒന്ന് ആ ജോലി ബോക്സ് അവർ നോക്കാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റും. എന്തായാലുവേ അടുത്തിടെയൊന്നും അവള് നോക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ നയന അവിടെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. എന്തായാലും നാളെ തന്നെ അമ്മ അത് ലോക്കറിലാക്കണം. അവര് വന്നെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഏടത്തെ? മോൾക്ക് കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ തന്നെ എല്ലാം മാറി. എന്നാൽ ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തുകൂടായിരുന്നോ? അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞതാ, പക്ഷെ മോൾ ഒരു തരത്തിൽ സമ്മതിച്ചില്ല. പിന്നെ അതിന്റെ ആവശ്യമില്ലെന്ന് ഡോക്ടറും പറഞ്ഞു. ആദർശിനെ കുറിച്ചുള്ള ചിന്തയാ മോക്ക് ഏത് നേരവും. എന്ത് ചെയ്യാനാ? ഭർത്താക്കന്മാര് ജയിലാവുമ്പോ ഭാര്യമാർക്കത് താങ്ങാൻ പറ്റുമോ? സാരമില്ല മോളെ, അവന്റെ മുത്തശ്ശൻ അവനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കും. ഇത് പക്ഷേ കേസ് കുറച്ച് കടുത്തതാ. അതുകൊണ്ട് അച്ഛൻ വിചാരിച്ചാലും അത്ര പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മോള് വാ. കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും അല്ല മാവ? 3 മാസത്തിന് മുകളിൽ കിടക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്യാനാ, സമയദോഷം. അത്ര പെട്ടെന്നൊന്നും അവൻ ഇറങ്ങി വരത്തില്ലമ്മേ. ഇനി ഇറങ്ങി വരാൻ ശ്രമിച്ചാലും അത് തടയാൻ അവിടെ ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞ ഇനി അവൻ അടുത്ത കാലത്തൊന്നും നാട് കാണത്തില്ല. ഞാൻ കിടന്നത് ഇവിടത്തെ ജയിലില്ല, പക്ഷെ അവൻ ദുബായിൽ ജയിലിൽ കിടന്ന് നരകിക്കും. ചിലപ്പോ ഏട്ടത്തി പ്രസവിച്ചാലും ആ കുഞ്ഞിനെ കാണാൻ പോലും അവന് പറ്റത്തില്ല. അങ്ങനെ പറയാതടാ. ഭർത്താവിനെ കാണാത്ത ആദിയിലും വേദനയിലും അവളുടെ കുഞ്ഞ് ജനിക്കാതെ പോട്ടെ. എങ്ങനെയുണ്ട് ഇപ്പോ? ഞാൻ വിളിച്ചപ്പോ തന്നെ പറഞ്ഞല്ലോ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാ പെട്ടെന്ന് തിരിച്ചു വന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ തന്നെ എല്ലാം മാറി. ഇനിയെങ്കിലും രാത്രിയിൽ ചുറ്റാൻ പോകുമ്പോ മോക്ക് പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. ഇല്ലമ്മേ. സമയം ഒരുപാടായി. രണ്ടുപേരും കിടന്നോ. വാ ചേട്ടാ. ശരി. പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതിരിക്കോ. എന്തായാലും ഞാൻ ആരും അറിയാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ചില കാഴ്ചകളൊക്കെ എനിക്ക് കാണാൻ പറ്റി. ആ ഷെൽഫ് തുറന്ന് നിന്റെ ജോൽ ബോക്സ് ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്ക്. എന്ത് പറ്റി ആദർശേട്ടാ? നീ ഒന്ന് പോയി നോക്ക്. പോ. ആദർശേട്ടാ, അമ്മ എനിക്ക് തന്ന നെക്ലേസ് അവിടെ കാണുന്നില്ലല്ലോ. പാരമ്പര്യമായിട്ട് കിട്ടിയ നെക്ലസാ. മുത്തശ്ശി അത് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ നിനക്ക് തന്നു. ഇപ്പോഴേ അപ്പച്ചിയുടെ കൈവശോ. നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ അമ്മയും മോനും കൂടെ ഈ മുറി കയറി എടുത്തോണ്ട് പോയത്. ഞാൻ മറിഞ്ഞിരുന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവര് പറയുന്നതും കേട്ടു. നമ്മളോടൊക്കെ തീർത്താ തീരാത്ത ദേഷ്യമുണ്ട് അവർക്ക്. അതുകൊണ്ട് നാളെ നീ ഈ സംഗതി എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തണം. സാധാരണ ഞാൻ പുറത്തു പോകുമ്പോ ഈ മുറി പൂട്ടിക്കൊണ്ട് പോവാറാ പതിവ്. ഇന്ന് അത് ചെയ്തില്ല. നിന്നെ പെട്ടെന്നല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ സമയം നോക്കി അവരകത്ത് കയറി. നീ സ്വർണ്ണമൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് പോലും ആ ജ്വല്ലറി ബോക്സ് എടുത്ത് പരിശോധിക്കാറില്ലല്ലോ. ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കും അതെടുത്ത് നോക്കുന്നത്. അത് അപ്പച്ചി അഭിയോട് പറയുകയും ചെയ്തു. ആ ധൈര്യത്തില് നെക്ലസ് എടുത്തോണ്ട് പോയത്. നാളെ തന്നെ അവരത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും. പിന്നെ ഞാനത് അറിഞ്ഞില്ലെങ്കിൽ പിടിക്കാനും പറ്റില്ലായിരുന്നു. ഞാനങ്ങനെ സ്വർണ്ണം ഒന്നും നോക്കാറില്ലല്ലോ ആദർശേട്ടാ. പിന്നെ നോക്കാൻ വയ്യെങ്കിലേ എല്ലാം കൊണ്ട് ലോക്കറിൽ വെക്കണം. ആവശ്യമുള്ളപ്പോ പോയി എടുത്താൽ മതിയല്ലോ. ഇനി അങ്ങനെ ചെയ്യാം ആദർശേട്ടാ. പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വർണ്ണമൊന്നും ലോക്കറിൽ വെക്കാറില്ലെന്നാ അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. എന്നാ പിന്നെ വേണ്ട. പക്ഷേ വീട്ടിനകത്ത് നല്ല ഉറപ്പുള്ളൊരു ഷെൽഫ് വെച്ചേ പറ്റൂ. അതായത് വീട്ടിനകത്തും ലോക്കർ വേണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. നേരത്തെ ഇതുപോലെ മാല മോഷ്ടിച്ച് എന്റെ അമ്മയുടെ ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പച്ചി. അതൊന്നും ഇനി മൂടി വെക്കേണ്ട കാര്യമില്ല. വലിയൊരു സത്യം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരെ അവരുടെ മോനെയും രക്ഷിക്കുന്നുണ്ടല്ലോ. എന്നിട്ടും സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അമ്മയെല്ലാം വെളിപ്പെടുത്തിയതുകൊണ്ട് ഇപ്പൊ മുട്ടുമടക്കി നിൽക്കുക അപ്പച്ചി. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണെന്ന് ഇന്ന് നേരിട്ട് തന്നെ കേട്ടു. ചുറ്റിനുള്ള ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. നേനെ ഇനി ചെറിയ കമ്മലും മോതിരൊക്കെ അതിനകത്ത് പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. നിനക്ക് കൃത്യമായിട്ട് കണക്കൊന്നും ഇല്ലല്ലോ. പോയേ എനിക്ക് അറിയാൻ പറ്റും. നാളെ ഞാൻ വിശദമായിട്ട് എല്ലാം നോക്കിക്കോളാം. എന്നാ പിന്നെ കിടക്കാം. വാ. മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയിട്ടും അവരിങ്ങനായി പോയല്ലോ ആദർശേട്ടാ. എടുത്ത് വളർത്തിയതല്ലേ. അനാഥയാണെന്നുള്ള ബോധമുള്ളതുകൊണ്ട് വാത്സല്യം ഒരുപാട് കൊടുത്തു. തല്ലി വളർത്താതിരുന്നതിന്റെ കേടാ അവരീ കാണിക്കുന്നൊക്കെ. അമ്മ പോയി അപ്പച്ചി അഭി ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. ഇന്നിവിടെ ചിലരെയൊക്കെ തുറന്നു കാണിക്കണം. എന്താ മോളെ? അതൊക്കെ പറയാം. പലതും നമ്മൾ മനസ്സ് വെച്ചോണ്ട് നടക്കുക. ബന്ധങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി അഭിയും അവന്റെ അമ്മയൊക്കെ രക്ഷിച്ചോണ്ടിരിക്കുക. എന്നുവെച്ചാ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? ഏട്ടത്തി എന്തോ വലിയ രഹസ്യം മനസ്സിൽ വെച്ചോണ്ടാ നടക്കുന്നത്. അത് പക്ഷേ ജലജയോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഏട്ടത്തിന്റെ മുന്നിൽ ഇപ്പം ജലജ താണു വണങ്ങി നിൽക്കുന്നത്. സത്യം. എന്റെ മരുമോളുടെ വയറ്റില് ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത ജലജയ്ക്കില്ല. ആ കുഞ്ഞിനെ കളയുന്ന രീതിയിലാ അവളുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം. അതൊക്കെ നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല ജാനകി. അവളുടെ പത്തി താഴ്ത്താൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവള് പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യുന്നവളുണ്ടല്ലോ അവളുടെ മരുമോള്. അവളെ കൊണ്ട് അമ്മായി അമ്മയെ വെറുപ്പിക്കാനുള്ള കാരണങ്ങളൊക്കെ അവളുടെ മോൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപ്പറ്റിയൊന്നും ഇനി സംസാരിക്കണ്ട അമ്മ. അമ്മ എന്തായാലും അപ്പച്ചി വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചാ ചിലപ്പോ അവര് വരില്ല. ഞാൻ വിളിച്ചോണ്ട് വരാം മോളെ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഞങ്ങൾ ആരും അറിയാതെ. അതെ, നടക്കുന്നുണ്ട് അല്ലേ അമ്മ. അങ്ങനെ നടന്നൊരു കാര്യ ഇനിയിപ്പോ എല്ലാവരും കാണാൻ പോകുന്നത്. എന്താ ഏട്ടത്തി? നീ നിന്റെ മോനെ കൂട്ടി താഴോട്ട് വാ. എന്താ കാര്യം? കാര്യം പറഞ്ഞാലേ നീ വരത്തുള്ളോ? അല്ല, അല്ലെങ്കിലും വരും. എന്നാ പിന്നെ വരാൻ നോക്ക്. ഏട്ടത്തിയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് എന്തോ പേടി പോലെ. നീ പേടിക്കാൻ ഒരുപാട് സംഭവങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവര് പലതും മൂടി വെച്ച് നടക്കുമ്പോ അതവരെ ചവിട്ടി താഴ്ത്താനുള്ള ലൈസൻസ് ആയിട്ടാ നീ എടുത്തിരിക്കുന്നത്. അത് പാടില്ലല്ലോ. അയ്യോ, എല്ലാം എന്റെ മുടിയനായ പുത്രൻ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാ. ഞാൻ നിരപരാധിയാണ്. നീ നിരപരാധിയാണെന്ന് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. മര്യാദയ്ക്ക് നീ താഴേക്ക് വരാൻ നോക്ക്, നിന്റെ മോനെയും കൂട്ടി. അല്ല, വീണ്ടും അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏട്ടത്തി? ഇവിടെ അവൻ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നീയും പ്രശ്നക്കാരി തന്നെയാ. ഏട്ടത്തി ഇപ്പോഴും എന്നെ കൊന്ന് കൊല വിളിക്കുവാണല്ലോ. നിന്നെ കൊന്ന് കൊല വിളിക്കുകയല്ല, കൊന്ന് തിന്നാ വേണ്ടത്. ഇത്രയ്ക്ക് അടിമുടി പിശാചിന്റെ സ്വഭാവം നിനക്ക്. അനന്തപുരിയിലെ മൂർത്തി സാർ എന്ന് പറഞ്ഞാലേ ഇവിടെ മാത്രമല്ല പുറം ലോകത്ത് നല്ല പേരാ. ആ പേര് കഴിഞ്ഞ കുറെ നാളായിട്ട് കളഞ്ഞു കുളിച്ചത് നീയും നിന്റെ മകനും. പിന്നെ ഇവിടെ കയറി വന്ന അനാമികയും അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാ. നഷ്ടപ്പെട്ട പേര്
ഇനി തിരിച്ചു പിടിച്ചേ പറ്റൂ. അതിന് ശുദ്ധി കലശം ഈ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. നിന്നെ നിന്റെ മോനെ തിരുത്തിയേ പറ്റൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞത് ചെയ്യാൻ നോക്ക്. പെട്ടെന്ന് അവനുമായിട്ട് താഴേക്ക് വാ. അവളിനെ എന്തിനാണോ എന്തോ വിളിക്കുന്നത്? എന്തിനായാലും ശരി അവളുടെ മോനെ കാത്തിരിക്കുന്നത് നരകം തന്നെ. എന്താ ഏട്ടത്തി ഉണ്ടായേ? ഇപ്പൊ അറിയാം. അമ്മയും മോനോ നിങ്ങൾ വന്നോട്ടെ. അവരുടെ നാവിന്ന് എന്താ വരുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുക ഞങ്ങള്. അല്ലേ മോളെ? എന്താ മോളെ മോൾക്ക് പറയാനുള്ളത്? പാരമ്പര്യമായിട്ട് കിട്ടിയൊരു നെക്ലസ്. അതായത് മുത്തശ്ശി അമ്മയ്ക്ക് കൊടുത്തു, അമ്മ അത് എനിക്ക് തന്നു. ഞാനത് വളരെ ആദരവോടുകൂടിയാണ് എന്റെ ജ്വല്ലറി ബോക്സിൽ സൂക്ഷിച്ചിരുന്നത്. ഇന്ന് അത് നോക്കിയപ്പോ കാണാനില്ല. അതേപ്പറ്റി അപ്പച്ചിക്ക് ഇവനും എന്തെങ്കിലും അറിവുണ്ടോ എന്ന് അറിയാനാ ഞാൻ വിളിപ്പിച്ചത്. ഞങ്ങൾ എങ്ങനെ അറിയാനാ? നീ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണം എവിടെയുണ്ടെന്ന് നിനക്കല്ലേ അറിയത്തുള്ളൂ. മോക്കറിയില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അറിയില്ലെങ്കിൽ ഞങ്ങളോടാണോ അമ്മായി ചോദിക്കേണ്ടത്? ഈ വീട്ടില് കള്ളത്തരം കയ്യിലുള്ളത് നിങ്ങൾ രണ്ടുപേർക്കുവാ. അതുകൊണ്ടാ നിങ്ങളോട് ചോദിച്ചത്. ദേ നായനെ, എല്ലാം ഞങ്ങൾ സഹിക്കുന്നെന്ന് കരുതി ചെയ്യാത്ത കുറ്റം ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്. ഇപ്പൊ ഈ വീട്ടിലെ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യില്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. ഈ വീട്ടിൽ നിന്ന് സ്വർണ്ണ മോഷണം പോയിട്ടുണ്ടെങ്കിലേ അതിൽ നിനക്ക് നിന്റെ മോനും വ്യക്തമായ പങ്കുണ്ടാവും. ദേ ജാനകി, നീ വെറുതെ ഏട്ടത്തിയുടെ ഇവളുടെയും കൂടെ നിൽക്കരുത് കേട്ടോ. ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും സ്വഭാവം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ ജാനകി അങ്ങനെ പറഞ്ഞതും. ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രതികളല്ല. ഞങ്ങൾ ഇവളുടെ മുറിയിൽ കയറിയിട്ടുമില്ല, ഇവളുടെ സ്വർണ്ണം എടുത്തിട്ടുമില്ല. അങ്ങനെ അപ്പച്ചി തറപ്പിച്ച് പറയുമ്പോ ഞാനും അതുപോലെ തറപ്പിച്ച് തന്നെ പറയുക. അപ്പച്ചി തന്നെയാ സ്വർണ്ണം എടുത്തത്. അതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. അയ്യോ, ആദർശപ്പെടെ വന്നേ. ഞാൻ വന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പച്ചി സ്വർണ്ണം എടുത്തതിന്റെ തെളിവാണല്ലോ വേണ്ടത്. ആ തെളിവാണ് ഞാൻ. അല്ല, ആദർശം ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടത്തി? ആ അവൻ വന്നിട്ടിപ്പോ 1-2 ദിവസമൊക്കെ കഴിഞ്ഞു. ഇവിടെ ചിലർക്ക് ഇവൻ ജയിലിലാണെന്ന് അറിഞ്ഞിട്ടേ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാ പിന്നെ അവർ 2 ദിവസം കൂടി സന്തോഷിക്കട്ടെ എന്ന് ഞാനും മോളും ഒന്ന് കരുതി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തെളിവ് എന്താണെന്ന് ചോദിച്ചു, തെളിവ് തന്നു. ഇനി നടന്നതുപോലെ അങ്ങ് പറഞ്ഞൂടെ അപ്പച്ചിക്ക്? എന്നിട്ട് ആ നെക്ലേസ് എടുത്തെടുത്ത് തന്നെ കൊണ്ടുവച്ചൂടെ? എന്താടി നീ ഒന്നും പറയാത്തത്? ഏട്ടത്തി, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാണ് ഇവളീ പറയുന്നത്. ഞാൻ ആ സ്വർണ്ണം എടുത്തിട്ടില്ല. ഇന്നലെ രാത്രി ഇവൾക്കൊരു വയറുവേദന വന്നിട്ട് ഇവളെയും കൂട്ടി അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ആ തക്ക നോക്കിയാ നിങ്ങൾ രണ്ടാളും കൂടി ഞങ്ങളുടെ മുറി കയറിയത്. അതും കള്ളാണെന്ന് പറയാം രണ്ടാളും. അമ്മ ചിലപ്പോ ഏട്ടന്റെ മുറി കയറി കാണും, പക്ഷെ ഞാൻ കയറിയിട്ടില്ല. നീ കയറി, രണ്ടാൾ ഒന്നിച്ചാ കയറിയത്. അതിന് കൂടുതൽ തെളിവുകൾ വേണോ? ആ വേണം. ഞങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ തെളിവുകൾ വേണ്ടേ?